അടുത്തറിയാവുന്നവർ എല്ലാവർക്കും അറിയാമായിരുന്നു, സഹപ്രവർത്തകരാണേലും അവരവരുടെ സ്നേഹം കാണിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് കച്ചവടമോ ഒന്നുമില്ലായിരുന്നു. ആ സ്നേഹത്തിന്റെ ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും സ്നേഹത്തിന്റെ ഒരു ഇതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും നല്ലൊരു, നമുക്കല്ല സുധിച്ചേട്ടൻ്റെ മക്കളുടെ വീട്. ഇനി നമുക്കെന്ന് പറയുമ്പോൾ ആൾക്കാർ കമന്റ് ഇവൾക്ക് വീട് കിട്ടി, എൻ്റെ പേരിലല്ല വീട്. 100-110 പ്രാവശ്യം ഞാൻ പറഞ്ഞെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു കമന്റെങ്കിലും കാണും, ഇവളുടെ വീടാണ്, ഇവൾ ആ പിള്ളേരെ അടിച്ചിറക്കും. ഇതൊക്കെയാണ് പറയുന്നത്. എൻ്റെ വീടല്ല ഇത്, സുധിച്ചേട്ടൻ്റെ മക്കളുടെ വീടാണ്. കുഞ്ഞു കൊച്ചിന് ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ. മൂത്ത മോൻ ഇപ്പം പഠിക്കാൻ പോയേക്കാണ്, അവൻ കൊല്ലത്ത് അവധിക്ക് വരും. ക്രിസ്മസിന് വന്നായിരുന്നു. കുഞ്ഞിനെ കാണണമെന്ന് എപ്പം തോന്നിയാലും അവൻ ഓടി വരും. അമ്മ ഞാൻ ഇന്ന് വീട്ടിലോട്ട് വരുവാണെങ്കിൽ കൊച്ചിനെ കാണണം. അവൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത്, ഫ്ലവേഴ്സാണ് അവനെ പഠിപ്പിക്കുന്നത്, അഡ്മിഷൻ എടുത്ത് കൊടുത്തത്. VFSC ആനിമേഷൻ പഠിക്കും അവൻ കൊല്ലത്ത്, അറേന കോളേജ്. അപ്പം അതുകൊണ്ടാണ് അവൻ ഇവിടെ ഇല്ലാത്തത്. അതിനും കമന്റ്സ് വരും, അവനെ അടിച്ചിറക്കി. ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറവുണ്ടെന്ന് തോന്നുന്നു കമന്റിലൊക്കെ. അപ്പം എൻ്റെ വീടല്ല, ഇപ്പോഴും പറയാണ് ഇത് എൻ്റെ വീടല്ല, ഇത് സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത വീടാണ്. ഞാൻ അവരുടെ അമ്മയോട് ഇവിടെ താമസിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ രേണുവിൻ്റെതായിട്ടുള്ളൊരു ജീവിതം, രേണുവിൻ്റെതായിട്ടുള്ള സമ്പാദ്യം, രേണുവിൻ്റെതായിട്ടുള്ള സമയം, അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കണ്ടേ? എൻ്റെതായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടനും മക്കളും നമ്മുടെ ഫാമിലി ആയിരുന്നല്ലോ നമുക്ക് ഇത്രയും നാളും. അതായിരുന്നു ലോകം. അതായിരുന്നു ലോകം. പിന്നെ അല്ലാതെ നമുക്ക് വലിയ ലോകങ്ങളൊന്നുമില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടനുള്ള സമയത്ത്, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ ഇവിടെ ഈ ഭൂമിയിൽ ജീവനോട് ഇരുന്ന സമയത്ത് ആർക്കും ഞങ്ങളെ അറിയത്തില്ലായിരുന്നല്ലോ. ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നെ ആർക്കെങ്കിലും അറിയുന്നത് തന്നെ. അതിനകത്ത് എന്താ പറയാ, സുധിച്ചേട്ടൻ ഉള്ള പോലെ തന്നെ, എന്താ പറയാ, ഇപ്പോഴും എനിക്ക് ഉള്ള പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഒതുങ്ങിക്കൂടാനാണ് താല്പര്യം. ഇപ്പൊ പിന്നെ മക്കളുടെ ഭാവി, മക്കളെ നോക്കി ജീവിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാ. പിന്നെ നല്ലൊരു ജോലി കിട്ടണമെന്നുണ്ട്. ജോലി കിട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവുക, അത്രയുള്ള ആഗ്രഹം. നാളത്തെ പറ്റി എനിക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മള്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലല്ലേ, അപ്പൊ ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ഈ സുധിച്ചേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി എന്തായിരുന്നു? അല്ലെങ്കിൽ അധികം ആളുകളിൽ കാണാത്ത, എപ്പോഴും രേണു ഓർത്തിരിക്കുന്ന, സുധിച്ചേട്ടൻ ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന ക്വാളിറ്റി എന്താ? ഭയങ്കര സിമ്പിളായിരുന്നു ആള്. ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഇപ്പം പുള്ളിക്ക് പെട്രോൾ ഇപ്പം അടിക്കാൻ പറ്റിയില്ലെങ്കിൽ നടന്നു പോകുമായിരുന്നു കവലയ്ക്ക്. ഞങ്ങൾ അവിടെ പണ്ട് താമസിച്ചു കൊടുത്ത് കവലയ്ക്ക് നടന്നു പോയി സാധനം മേടിച്ചോണ്ട് ഇപ്പം അവിടെ നിൽക്കുന്ന പുള്ളി ആരും മൈൻഡ് ചെയ്തില്ല. പുള്ളി അങ്ങോട്ട് പറയും അപ്പച്ച അമ്മച്ചി എന്ന് പറഞ്ഞ് ഓടിച്ചത് മക്കളെ എന്ന് പറഞ്ഞ് എന്ന് വിളിക്കുക, അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതി. അതെല്ലാവരും പറയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു അച്ഛനായിരുന്നു പിള്ളേർക്കാണേലും. എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ കൂടെ ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു. പിന്നെ ഒരു ചില സമയം അച്ഛനായിട്ട് ബിഹേവ് ചെയ്യും, അങ്ങനെയൊക്കെയായിരുന്നു ചേട്ടൻ. ഭയങ്കര ഒരു എന്താ പറയാ, മറ്റാരിലും കാണാത്തൊരിതാണ് ഏട്ടൻ്റെ ഒരു സ്വഭാവം. എനിക്കൊരു 5-6 വർഷത്തെ പരിചയമുള്ളൂ, ദാമ്പത്യ ബന്ധമേ ഉള്ളൂ. ഞാൻ 6 വർഷം കൂടെ. കറക്റ്റ് 6ാമത്തെ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി മെയ് 7-ാം തീയതി. അപ്പം അന്ന് ചേട്ടനും മറന്നുപോയി, ഞാനും മറന്നുപോയി ലാസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഞങ്ങൾ രണ്ടുപേരും മറന്നുപോയി. മെയ് 7 ചേട്ടൻ വെളുപ്പിന് ഷൂട്ടിന് പോയി, റിഹേഴ്സലിന് പോയി, കിച്ചുവായിട്ട് പോയി. കിച്ചുവായിരുന്നു വണ്ടി ഓടിക്കുന്നത്, അവനുമായിട്ട് പോയി. അപ്പം ഞാൻ കോൾ ചെയ്ത് പിന്നെ അറിഞ്ഞു 7 നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, സുധിച്ചേട്ടാ ഇന്നത്തെ പ്രത്യേകത വല്ല ഓർമ്മയുണ്ടോ? വാവക്കുട്ട എന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഒരൊറ്റ കരച്ചിൽ സുധിച്ചേട്ടൻ. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നത്, നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കല്ലോ. അപ്പം ഇങ്ങോട്ട് എന്നോട് പറയാം, ഞാൻ മറന്നു പോയതാവട്ടെ, വെളുപ്പിന് എനിക്ക് ഷൂട്ടിന് വന്നതല്ലേ, റിഹേഴ്സലിന് വന്നതല്ലേ, അപ്പം നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാറ്. പക്ഷെ അത് വന്നില്ല, ഇടയായില്ല. മെയ് 7 വെഡിങ് ആനിവേഴ്സറി, ജൂൺ 5 ഏട്ടൻ ലോകം വിട്ടുപോയി. ഈ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു സത്യം പറഞ്ഞാൽ ഏകദേശം ഇതുപോലുള്ളൊരു വീട്? ഇതുപോലെന്നല്ല, ആൾക്കൊരു ചെറിയ വീട്, ഭയങ്കര ഒരു കൊച്ചു വീട്. ഇത്രയും വീട് നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ എന്തായാലും ഒരു വീട് വെക്കുമ്പോൾ ഒരു ചെറിയ വീട്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നവും. പക്ഷെ അതിലപ്പുറം ഒരു വീട് ഇപ്പം അദ്ദേഹം പോയെങ്കിലും തന്നു. അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ വീട്, അദ്ദേഹത്തിൻ്റെയാണ് ഈ വീട്. എന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാനം അലങ്കരിക്കാൻ ഇവിടെ വേറെ ആരും, ആ സ്ഥാനത്ത് ആരും ഉണ്ടാവത്തില്ല ഈ വീട്ടിലുണ്ടാവത്തില്ല. സുധിലയം എന്ന് പേരിടാൻ എത്ര സമയം എടുത്തു? സുധിലയം അവർ തന്നെയാണ് ഈ വീട് വെച്ച് തന്നത്. ഇതിപ്പം ഈ വീടിൻ്റെ കഥയെന്ന് വെച്ചാൽ, നമുക്ക് വീടില്ലായിരുന്നു. നമ്മൾ വീടിന് കൊറോണ ടൈമിൽ അഡ്വാൻസ് കൊടുത്തിട്ട് അതൊക്കെ പോയി. പിന്നെ കൊറോണ സമയത്തായപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര പ്രശ്നങ്ങളും കാര്യം, സുധിച്ചേട്ടനും ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യമായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് പിന്നെയാണ് പെട്ടെന്ന് സുധിച്ചേട്ടൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരാൻ തുടങ്ങിയപ്പോഴാണ് മരണം കൊണ്ടുപോയത്.
പിന്നെ വീടില്ലാത്ത അവസ്ഥ ഞാനും കിച്ചു എനിക്ക് അതാണ് സൂചന മരിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കിച്ചു എനിക്ക് ഒരു ദിവസം കഴിഞ്ഞ് അമ്മ നമുക്ക് അവൻ്റെ ചിന്ത അതായിരുന്നു എന്നോട് പറഞ്ഞായിരുന്നു അയ്യോ വീടില്ല നമുക്കിനി ഞാൻ എങ്ങനെ കുഞ്ഞിനെ നോക്കും അമ്മേനെ നോക്കും എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു അവൻ അറിയില്ലല്ലോ ഇങ്ങനെ. അപ്പം പെട്ടെന്ന് ഫ്ലവേഴ്സ് പറഞ്ഞ ഞങ്ങളുണ്ട് കാരണം പറയേണ്ടതല്ല അവരാണ് ഞങ്ങളുടെ കുടുംബം. സൂചിച്ചേട്ടൻ്റെ ഫാമിലി ആയിരുന്നു ഫ്ലവേഴ്സ്. ശ്രീകണ്ഠൻ സാറായാലും ഗോകുല സാറായാലും അനൂപേട്ടനായാലും എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. ലക്ഷ്മി ആണെങ്കിലും എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു അവർ കേട്ടോ. അപ്പോൾ അവരുണ്ടെന്നുള്ളൊരു കരുത്ത് നമുക്ക് തന്നപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ധൈര്യമായി. അപ്പോഴാണ് KHDC എന്ന് പറയുന്ന ആൾക്കാർ വന്ന് ഞങ്ങൾ വീട് കൊടുക്കാം ഫിറോസിക്കാട് നേതൃത്വത്തിൽ. അപ്പം സ്ഥലമില്ല. സ്ഥലം അപ്പം തൊട്ടടുത്താണ് തിരുമേനി അമ്പലവേലിൽ എന്ന് പറയുന്ന തിരുമേനി നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ അദ്ദേഹമാണ് 7 സെന്റ് സ്ഥലം പിള്ളേരുടെ പേരിൽ എഴുതി കൊടുക്കുകയും അതുപോലെ വീട് ഇത്രയും മനോഹരമായുള്ള ഒരു വീട് തരികയും ചെയ്തു. അപ്പം അതിൻ്റെ പുറകിൽ എല്ലാവരും ഉണ്ട്. എല്ലാവരും അധ്വാനം ആ സംഘടന എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. ഫ്ലവേഴ്സ് 24 KHDC അതുപോലെ തിരുമേനി എല്ലാവരും ആ സംഘടന കൂടെ സഹപ്രവർത്തകർ ഒരുപാട് പേര് പറയാത്തവർ ഒരുപാട് പേരുടെ അധ്വാനവും കാര്യങ്ങളുമാണ് ഈ ഒരു മനോഹരമായി സുധിച്ചേട്ടൻ്റെ ഈ വീട്. അപ്പോൾ സുധി ലയം എന്നുള്ള പേര് അവർ തന്നെയാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചത്. സുധി ലയം ഇട്ടോട്ടെ നല്ല പേരല്ല. അപ്പൊ ഞാൻ എന്തുണ്ടായാലും ഞാൻ ഒറ്റയ്ക്ക് ഒരു അഭിപ്രായം പറയാറില്ല. മൂത്ത മോനുണ്ട്, കുഞ്ഞിനെ അറിയത്തില്ലല്ലോ, അവനറിയില്ല. മൂത്ത മോനോട് ഞാൻ ചോദിച്ചു, കിച്ചനോട് ചോദിച്ചു, കിച്ചു എങ്ങനാ അമ്മ നല്ല പേരല്ലേ ഇട്ടോളം പറയാൻ. അങ്ങനെയാണ് ഈ പേരിട്ടത്. ഈ കോവിഡിന്റെ സമയത്ത് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോയെന്ന്. ആ സമയത്ത് പക്ഷെ ക്രിയേറ്റീവായിട്ട് അദ്ദേഹം വെബ് സീരീസുകൾ ചാനലൊക്കെ തുടങ്ങി ഒരു 4-5 ചെറിയൊരു വരുമാനം കിട്ടി തുടങ്ങിയപ്പോഴാണ്. അപ്പം ഈ കോവിഡിന്റെ സമയത്ത് ലോക്ക്ഡൌൺ സമയത്ത് കടന്നുപോയിട്ടുണ്ടായിരുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ ഭയങ്കര ഭീകരമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്തായിരുന്നു ആ സമയത്ത് അവസ്ഥ? അതിപ്പം നമുക്ക് മാത്രമല്ല എല്ലാ കലാകാരന്മാരുടെ ഫാമിലിയും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കാലമാണ് കോവിഡ് സമയം. അപ്പം ആ സമയത്തും നമ്മൾ വെബ് സീരീസും കാര്യങ്ങളൊക്കെ അത് ഇതായി കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് തുടങ്ങുന്നത്. അപ്പോഴും കൂടെ ഞാൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഫാമിലി എല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു. സൂചിച്ചേട്ടൻ്റെ കൂടെ. സൂചിച്ചേട്ടൻ തളർന്നു പോകുന്ന ഒരു ഇതായിരുന്നു. എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു സൂചിച്ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ, നമുക്ക് മുന്നോട്ട് പോകാന്നേ. ആ ഒരു ധൈര്യം ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പം അന്നും ഇപ്പം സുധിച്ചേട്ടൻ പോയി കഴിഞ്ഞുള്ള ധൈര്യമല്ല, എനിക്ക് അന്നും ഒരു ധൈര്യം ഞാൻ സുധിച്ചേട്ടനെ കൊടുക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഞാനാണ് പറയുന്നത് സുധിച്ചേട്ടാ വിഷമിക്കേണ്ട, നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ പിന്നെ ഒരുപാട് പേര് പറയാൻ പറ്റാത്തവരും പറഞ്ഞവരും ഒരുപാട് പേര് ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഒരുപാട് പേര് നേരിട്ട് വന്നും അല്ലാതെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു നമ്മളെ. അങ്ങനെ ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നു അന്നും. സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നവരുടെ. സുധിച്ചേട്ടൻ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിച്ചിരുന്നത്? ദേഷ്യം വരും, എപ്പോഴും ഒന്നും വരാത്ത ഒരു സ്വഭാവമാണ്. വന്നു കഴിഞ്ഞാൽ നല്ല ദേഷ്യപ്പെടുമായിരുന്നു. എന്തെങ്കിലും പാറ്റേൺ പറഞ്ഞനുസരിക്കാത്ത കൊണ്ടൊക്കെ ആയിരിക്കും, വേറെ ഒന്നുമല്ല. ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് വഴക്ക് പിടിക്കാറുള്ളത് ഞങ്ങൾ സാധാരണ. അതല്ലാതെ വേറെ ദേഷ്യമൊന്നും വിട്ടു. ഞാൻ അങ്ങനെ അധികം ഫുഡ് കഴിക്കത്തില്ല. അപ്പം അതിൻ്റെ ദേഷ്യമൊക്കെ പുള്ളി കാണിക്കുമായിരുന്നു. ആഹാരം കഴിക്കാൻ നിനക്ക് വല്ല അസുഖം വരുമോ, അങ്ങനെ ഇങ്ങനെ വാക്കോട്ടെ, അങ്ങനെ ഇങ്ങനെ ദേഷ്യപ്പെടുമായിരുന്നു. രേണുവിന് ശരിക്കും വളരെ പ്രായം കുറവായിരുന്നു വിവാഹം കഴിക്കുമ്പോൾ. ഞാനും സുധിച്ചേട്ടൻ പ്രായം കുറവൊന്നുമില്ല. സുധിച്ചേട്ടൻ ഞാനൊരു 15 വയസ്സിന് ഡിഫറൻറ്റ് ഉണ്ട്. 15 വയസ്സ്. അപ്പൊ സാധാരണ 15 വയസ്സ് ഡിഫറൻസ് ഉള്ള ആളുകൾക്ക് തമ്മിലൊരു ഇഷ്ടങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ തമ്മിലൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഒരു 10 വർഷമൊക്കെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ട്രെൻഡ് എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം. ഞാൻ ജനിച്ച വർഷമാണ് സുധിച്ചേട്ടൻ SSLC എഴുതുന്നത്. ആ ചേട്ടൻ പറയുമായിരുന്നു. SSLC എഴുതി നിൽക്കുന്ന സമയത്താണ് ഞാൻ ജനിച്ചത്. ഒന്നുമില്ല, കാരണം സുധിച്ചേട്ടൻ കുഞ്ഞു പിള്ളേരെ പോലാണ്. സുധിച്ചേട്ടൻ എന്നെക്കാളും ചെറിയ പോലെയാണ് ബിഹേവ് ചെയ്തത്. കൊച്ചുങ്ങളുമായിട്ടാണ് കളിയും ചിരിയും. വീട്ടിലുള്ള സമയത്ത് എപ്പോഴും അടുക്കളയിൽ ഓരോ പുതിയ പാചക പരീക്ഷണങ്ങളെ, അതുപോലെ പിള്ളേരുമായിട്ട് കളി ചിരി അങ്ങനെയൊക്കെയാണ്. ഷൂട്ടില്ലാത്തപ്പോഴത്തേന് വീട്ടിൽ തന്നെയാണ്, വേറെ എങ്ങും പോകത്തില്ല. കടയിൽ പോകും, സാധനങ്ങൾ മേടിച്ച് തിരിച്ചു വരും, അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. ഈ സ്റ്റാർ മാജിക് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് വലിയ മാറ്റങ്ങളായിരുന്നു. അതെ, ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് സ്റ്റാർ മാജിക്, അതായത് ടമാർ പടാർ വരുന്നത്. ഞാൻ സുധിച്ചേട്ടൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ്, ആ വർഷമാണ് ടമാർ പടാർ ആദ്യത്തെ. സുധിച്ചേട്ടനാണ് ആദ്യമായിട്ട് ആ വേദിയിൽ കാല് കുത്തുന്നത്. ഒരു ജാക്ക് സ്പാരോ ആയിട്ട്. അത് ആദ്യത്തെ 1ാമത്തെ എപ്പിസോഡ് നോക്കിയാൽ അറിയാൻ പറ്റും. സുധിച്ചേട്ടനാണ് ആദ്യം വേദിയിൽ കാല് കുത്തുന്നത് ഒരു ക്യാരക്ടർ വേഷമായിട്ട്. ടമാർ പടാർ കഴിഞ്ഞ് സ്റ്റാർ മാജിക് കഴിഞ്ഞ് പകുതിയായപ്പോഴല്ലേ ചേട്ടൻ. ഈ സ്റ്റാർ മാജിക്കിലേക്ക് വന്നിട്ട്
കിട്ടിയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടല്ലോ. ഇപ്പൊ ലക്ഷ്മി നക്ഷത്ര, ബിനു അടിമാലി, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ ഈ സ്റ്റാർ മാജിക് ഫാമിലിയുടെ ഇപ്പോഴും അവർ വേറെ ചാനലുമായിട്ട് അസോസിയേറ്റഡ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ എപ്പിസോഡ്സ് ഒക്കെ ഇപ്പൊ കാണുക പണ്ടത്തെ പോലെ എളുപ്പമാണോ യൂട്യൂബില്? ഞാൻ കാണുമെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ അധികം അത് കാണാറില്ല.